ഒരു ഫർണിച്ചറിൻ്റെ ഷോപ്പ്. ഇവിടെ റോഡ് സൈഡിൽ ഒരുപാട് ഫർണിച്ചർ ഷോപ്പുകളും ഉണ്ട്. ഇനി ഒരു വലിയ ജംഗ്ഷനും കൂടെ ഉണ്ട് കേട്ടോ. അവിടെ മാർക്കറ്റുകളൊക്കെ ഉണ്ട്. എനിക്ക് തോന്നുന്നു ഇങ്ങനെ നമ്മൾ സാധാരണ കാറിൽ വരുമ്പോൾ ഇത്ര ഹൈറ്റ്സ് ഇല്ലാത്തതുകൊണ്ട് എനിക്കത് എടുക്കാൻ ക്ലിയർ ആയിട്ട് കിട്ടത്തില്ല. ചോളമായി നിൽക്കുന്നതൊക്കെ. ഇതിപ്പം നമ്മൾ ഒമിനി പോലെ ഒരു വാഹനത്തിലായതുകൊണ്ട് എനിക്ക് കുറച്ചുകൂടെ ഹൈറ്റ്സ് കിട്ടുന്നതുകൊണ്ട് എനിക്ക് കുറച്ചും കൂടെ നന്നായിട്ട് വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റിയിട്ടുണ്ട്. നമ്മുടെ നാട്ടിലെ പോലെയുള്ള വീടുകളൊക്കെ, ഗാർഡനും പെട്രോൾ പമ്പ്, എല്ലാ കാഴ്ചകളും നിങ്ങളെ ഞാൻ കാണിക്കുകയാണ്. റോഡിൽ കുറേ പ്ലാവുണ്ട് കേട്ടോ. അതിലെല്ലാം ചക്കയുണ്ട്. ഇവിടെ അങ്ങനെ സീസണൊന്നുമില്ല കേട്ടോ ചക്ക ഉണ്ടാകുന്നതിന്. എല്ലാ മാസവും ചക്ക ഉണ്ടാകും. ഈ കാഴ്ചയൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ മൂന്നാർ, വാഗമൺ ആ ഒരു ഏരിയ പോലെ തന്നെ ഇല്ലേ. നോക്കിക്കേ, ഇതെല്ലാം യൂക്കാലിപ്സിൻ്റെ തോട്ടമാണ്. ഫുള്ള് യൂക്കാലിപ്സാണ് നിൽക്കുന്നത്. കറക്റ്റ് നമ്മുടെ വയനാട്, ഇടുക്കിയൊക്കെ പോലെ തന്നെ. നമ്മൾ നമ്മുടെ സ്ഥലം അടുക്കാറായി. ഇതിപ്പം ഇനി ചെല്ലുന്നത് ബോംബോ ടൗൺ. എവിടെയാണ്? ബോംബോ ടൗൺ അല്ല കേട്ടോ, ബോംബോ 21 എന്ന് പറയും. ആ സ്ഥലത്തേക്കാണ്. അപ്പം എനിക്ക് തോന്നുന്നു ഏകദേശം ഹൈവേ തീരും. ഹൈവേ തീർന്നിട്ട് പിന്നെ നമ്മൾ കുറച്ച് അകത്തോട്ടാണ് പോകേണ്ടത്. അപ്പോൾ ഇപ്പം ആ ജംഗ്ഷനിൽ ചെല്ലുമ്പോഴത്തേക്ക് കുറച്ച് കഴിക്കാനുള്ള സാധനങ്ങളൊക്കെ ആയിട്ട് കുറേ പിള്ളേർ സെറ്റ് ഓടി വരും. അതായത് പിന്നെ ചിക്കൻ പൊള്ളിച്ചതും ബീഫും പിന്നെ കായില്ലേ, വാഴയ്ക്ക പൊള്ളിച്ചതും ഒക്കെ ആയിട്ട് വരും ആൾക്കാർ വരുവേ. അപ്പം ഇവിടുത്തെ എപ്പോഴും ഉള്ളൊരു കാഴ്ചയാണത്. ഈ ചുമന്ന ഡ്രസ്സ് ഇട്ടിട്ട് നിൽക്കുന്ന കുട്ടികളുടെ കയ്യിലിരിക്കുന്നതൊക്കെ കഴിക്കാനുള്ള സാധനങ്ങളാണ്. അപ്പം നമ്മളിവിടെ നിർത്തുന്നില്ല കേട്ടോ. അപ്പം നമ്മുടെ വണ്ടി ഇവിടെ നിർത്തിയില്ല. എനിക്ക് തോന്നുന്നു ഇനി ഒരു കുറച്ച് ദൂരവും കൂടെ കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ സ്റ്റോപ്പ് എത്തും. അതുകൊണ്ടാണെന്ന് തോന്നുന്നു. ഇത് കണ്ടോ, അവക്കാഡോ നിൽക്കുന്നതൊക്കെ അവക്കാഡോയാണ്. അവക്കാഡോയും മാവും ഒക്കെ ഈ നിൽക്കുന്നത്. ഇനി നമ്മൾ ഹൈവേയിൽ നിന്ന് വില്ലേജിലേക്ക് കയറി കേട്ടോ. ഇനി വില്ലേജിലെ കാഴ്ചകളാണ് കൂടുതലും കാണാനുള്ളത്. ഞങ്ങൾക്ക് രണ്ടാൾക്കും ഈ വില്ലേജുകളിൽ വരാൻ ഭയങ്കര ഇഷ്ടമാണ്. കാര്യം സാധാരണക്കാരായിട്ടുള്ള ആളുകളാണ്. നമ്മുടെ ലൈവിലൊക്കെ എല്ലാവരും ചോദിക്കേ, ആഫ്രിക്കയിലാണോ, നിങ്ങൾക്ക് പേടിയില്ലേ എന്നൊക്കെ. ശരിക്കും പറഞ്ഞാൽ നമ്മളിവിടെ വരുന്നവിടം വരെയുള്ള പേടിയേ ഉണ്ടായിരുന്നുള്ളൂ. ശരിക്കും ഈ വില്ലേജിലുള്ള ആളുകൾ ഒരുപാട് പേര് പാവങ്ങളായിട്ടുള്ളവരുണ്ട് കേട്ടോ. സ്നേഹിക്കാൻ മാത്രം അറിയാവുന്ന നല്ല ആളുകളുണ്ട്. അവർക്കൊക്കെ ഭക്ഷണത്തിനൊക്കെ ഒരു ചെറിയ ബുദ്ധിമുട്ടുണ്ടെന്നേ ഉള്ളൂ. പിന്നെ ഒത്തിരി ധാരാളിത്തം കാണിക്കാനുള്ള ക്യാഷും ഇല്ല. അതേ ഉള്ളൂ അവർക്കുള്ളൊരു വീക്ക്നെസ്, ഒരു വീക്ക് പോയിൻ്റ് എന്ന് പറയാനായിട്ട്. അപ്പം നമ്മൾ നമ്മളുടെ സ്ഥലത്തേക്ക് എത്താറായി. ഇനി ഒരു 2 മിനിറ്റും കൂടെ ഉള്ളൂ. ഇനി അവിടെ ചെന്നിട്ട് ബാക്കി കാഴ്ചകളൊക്കെ നമുക്ക് കാണാവേ. അപ്പം നമ്മുടെ സ്ഥലത്തെത്തി കേട്ടോ. നല്ല വെയിലുണ്ട്. നമുക്കിനി ഒരു ഇച്ചിരി നടന്ന് പോകാവേ. എന്തായാലും അടിപൊളി യാത്രയായിരുന്നു, പറയാതിരിക്കാൻ പറ്റത്തില്ല. ഒരു ആപ്പിൾ മേടിക്കുവാണേ, കാര്യം വിശക്കുന്നുണ്ട് നന്നായിട്ടേ. അപ്പോൾ ഇവിടെ ഒരു ആപ്പിളിന് 1500 ഷില്ലിങ്സ് ആട്ടോ. അപ്പോൾ നാട്ടിൽ എത്രയാ? 40 രൂപ ഒരാപ്പിളിന്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇവർ ഈ 3, 4, 5 എണ്ണമൊക്കെ ആയിട്ടില്ലേ മേടിച്ചുകൊണ്ട് വന്ന് വിൽക്കുന്നതല്ലേ, അതുകൊണ്ടാണെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ ഇത്രയും പ്രൈസൊന്നും ഇല്ല. പാവം. അപ്പം നമ്മുടെ കൊച്ചു നമുക്കിതൊക്കെ കട്ട് ചെയ്ത് തരുവാണേ. കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ല വിശപ്പുണ്ട്, അതാ. ഒരു വെള്ളവും കൂടെ മേടിക്കുന്നതായിട്ടുണ്ട്. വെള്ളം ഉണ്ടോ? വിശന്ന് കഴിഞ്ഞാൽ പിന്നെ ഇന്നൊന്നും ഇല്ലല്ലോ, എന്ത് വേണേലും കഴിക്കും. ഒരാപ്പിൾ വാങ്ങിച്ച് ഞങ്ങൾ രണ്ടും പകുതി എടുത്തു. ആക്ച്വലി നമുക്ക് ഇവിടെ ഒരു ഫാമിലി ഉണ്ട്. ശരിക്കും നമുക്കിവിടെ ഒരു ഫാമിലി ഉണ്ട്. നമുക്ക് വേണ്ടി ഫുഡെല്ലാം റെഡിയാക്കുന്നത് ആ ഫാമിലിയാണ്. ഇച്ചൻ്റെ ഏറ്റവും ക്ലോസ് ഫ്രണ്ടാണ്. മലയാളീസാണ്. നമ്മുടെ നാട്ടിൽ നിന്ന് വന്നതാണ്. നമ്മുടെ സ്വന്തം കാറ് വരുന്ന സമയത്ത് വിചാരിക്കുന്ന സമയത്ത് ഇവിടെ എത്തുമല്ലോ. ഇന്ന് നമ്മൾ ടാക്സിയിലൊക്കെ വന്നപ്പോൾ ടൈം ഒത്തിരി ലേറ്റായി. കഴിക്കാനുള്ള സമയമില്ല.
അതുകൊണ്ടാണ് നമ്മൾ നേരിട്ട് വില്ലേജിലേക്ക് പോകുന്നത്. തിരിച്ചു വരുമ്പോഴത്തേക്ക് നമുക്ക് അവിടെ കയറി കഴിക്കാമെന്ന് വിചാരിക്കുന്നു, സമയം കിട്ടുവാണെങ്കിൽ. അപ്പോൾ ഇത് ആപ്പിളൊക്കെയാണ്, അല്ലെങ്കിൽ തണ്ണിമത്തനോ അവക്കാടോ എന്തെങ്കിലുമൊക്കെ ഇവിടെ കിട്ടും. നമ്മളത് ശീലമായതുകൊണ്ട് കുഴപ്പമില്ല. ബൈക്കുകാർ വന്നതാണ്. നമ്മളിപ്പോൾ ഇങ്ങനെയൊക്കെ കഴിച്ച് ശീലമായതുകൊണ്ട് കുഴപ്പമില്ല. അടിപൊളി വെയിലാണ്. എന്തായാലും പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല, അത്രയും ഭയങ്കര ഒരു സന്തോഷമുണ്ട് കേട്ടോ. വില്ലേജിലേക്കുള്ള യാത്രയുടെ തുടക്കം കേട്ടോ. നമ്മളിപ്പം മെയിൻ റോഡിൽ വന്ന് ഇറങ്ങി. ഇതുപോലെയുള്ള വീഡിയോ ഒക്കെ വളരെ കുറവാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഈ കാണുന്ന വഴി കൂടെ ഒരു 10-20 കിലോമീറ്റർ ഉള്ളിലേക്ക് പോയി കഴിയുമ്പോൾ അവിടെ ഒരു വില്ലേജ് ഉണ്ടായിരുന്നു. അതാണ് നമ്മൾ ആദ്യമേ നമ്മൾ ഉഗാണ്ട വന്ന സമയത്ത് എത്തിയത്. ഇപ്പം നമ്മളിത് ഇതിലെ ജസ്റ്റ് ഒന്ന് അകത്തോട്ട് കയറി കഴിഞ്ഞാൽ നമുക്ക് പോകേണ്ട സ്ഥലം എത്തും. ഡ്രസ്സിൻ്റെ ഷോപ്പൊക്കെ ഉണ്ട് കേട്ടോ. ഇതുണ്ടോ, അങ്ങനെ ക്ലോസ് ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റത്തില്ല വില്ലേജിലേക്ക് കയറുമ്പോഴത്തേക്ക്. ഇനി എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റുമോയെന്ന് എനിക്കറിയത്തില്ല. കാര്യം അറിയാമല്ലോ, ഇവർക്കൊന്നും ഇഷ്ടമല്ല അത് ചെയ്യുന്നത്. എങ്കിൽ കിട്ടുകയാണെങ്കിൽ ഞാൻ എടുത്ത് കാണിക്കാവേ. വില്ലേജ് വിസിറ്റിംഗ് എല്ലാം കഴിഞ്ഞു. ഇവിടെ ഇപ്പോൾ സമയം 5:30 ഇനി നമ്മൾ തിരിച്ചു പോവുകയാണ്. നമ്മൾ ഇങ്ങോട്ട് വന്നതുപോലെ തന്നെ അങ്ങോട്ടും നമ്മൾ ലോക്കൽ ടാക്സിക്കാണ് പോണത്. അപ്പോൾ ടാക്സിയിൽ കയറാൻ വേണ്ടി നടക്കുവാണ്. അപ്പോൾ തിരിച്ചുള്ള മഴയുണ്ടായിരുന്നു നന്നായിട്ട്. ഇന്നേ ഇവിടെ നല്ല മഴയുണ്ടായിരുന്നു. അപ്പോൾ തിരിച്ചു പോകുമ്പോഴും ഞാൻ കാണുന്ന കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാവേ. ഇതൊരു വില്ലേജാണ്. സ്കൂളൊക്കെയാണ് കാണുന്നത്, പുറകിൽ കാണുന്നത് സ്കൂളൊക്കെയാണ്. ഇച്ചേൻ്റെ മുന്നേ പോകുന്നുണ്ട്. കുറച്ചുകൂടി ഒന്ന് നടക്കണം, എങ്കിലേ നമുക്ക് വണ്ടിയുടെ ആ സ്റ്റോപ്പ് എത്തത്തുള്ളൂ. ചില വീഡിയോക്കകത്തൊക്കെ നമ്മുടെ മാർക്കറ്റിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒന്നിടവിട്ടുള്ള സൺഡേകളിലാണ് മാർക്കറ്റുള്ള സൺഡേയിൽ വന്നാൽ ഇവിടെ ഒരു അല്പം പോലും സ്പേസ് ഉണ്ടാവില്ല. മൊത്തം ഷോപ്പുകളും ആളുകളും ഒക്കെ ആയിട്ട് നല്ല ബഹളമായിരിക്കും. ഒരു കുഞ്ഞിനെ ക്യാരി ചെയ്ത ഒരമ്മ നിൽക്കുന്നേ. കുഴപ്പമില്ല. നമ്മുടെ വിസിറ്റിംഗ് ഒക്കെ കഴിഞ്ഞു. നമ്മൾ തിരിച്ചു പോകാൻ വേണ്ടി വണ്ടിയെ കയറി. നമ്മളിനി നമ്മുടെ യാത്രയിൽ കാണുന്ന കാഴ്ചകളൊക്കെ കാണിച്ചു തരാം കേട്ടോ. ഇതാണ് നമ്മൾ അങ്ങോട്ട് പോയപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞ ബോംബോ 21 എന്നുള്ള സ്ഥലം. ഇവിടെയാണ് നമുക്ക് സ്നാക്സൊക്കെ വാങ്ങാനുണ്ട്. ഇവർ വാങ്ങിത്തരും. റെഡ് കളർ ഡ്രസ്സ് ഇട്ടവർ നമുക്ക് സ്നാക്സൊക്കെ തരും. പിന്നെ അപ്പം കായൊക്കെ നമ്മുടെ ചുട്ട കായുണ്ടല്ലോ, ഏത്തക്ക ചുട്ടതും ചിക്കൻ, ബീഫ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് ഇവർ നമുക്ക് കഴിക്കാൻ വേണ്ടി തരുന്നത്. നമ്മൾ തിരിച്ചു വരുന്ന വഴിയാണേ. മഴയുണ്ടായിരുന്നു. ഇവിടെ എല്ലാം നല്ല മഴയായിരുന്നു. റോഡെല്ലാം നല്ലതുപോലെ നനഞ്ഞ് കിടക്കുക. നമ്മൾ വരുന്ന വഴിക്ക് മെയിൻ റോഡിൽ നിന്നൊന്ന് ടേൺ ചെയ്ത് ഒരു വില്ലേജിൻ്റെ അകത്തൂടെയുള്ളൊരു മൺ റോഡിൽ കൂടെയാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഇവിടെ കാണുന്ന വീടുകളൊക്കെയാണ്. ഇവിടെ ചോളം, പിന്നെ മധുരക്കിഴങ്ങ്, അങ്ങനെ കുറേ കൃഷികൾ ഇവിടെ കാണുന്നുണ്ട്. നമ്മളും ആദ്യമായിട്ടാണ് ഈ ഇടവഴിയിൽ കൂടെ വരുന്നത്. അപ്പോൾ ഇവിടെയുള്ള വീടുകളൊക്കെയാണ് ഈ കാണുന്നത്. ഞാൻ മുൻപ് എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മുടെ നാട്ടിൽ കൂടെ യാത്ര ചെയ്യുന്ന അതേ ഒരു ഫീലിംഗാണ്. ഇതുവഴി യാത്ര ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് തോന്നുന്നത് മാവുണ്ട്, പ്ലാവുണ്ട്, പേരയുണ്ട്, പിന്നെ കൂടുതലും അവക്കാഡോയാണ് ഇവിടെ ഉള്ളത്. പിന്നെ കാപ്പിയുടെ മരമുണ്ട്. ഇതൊരു വില്ലേജിൽ കണ്ട ഒരു സ്കൂളാണ്. ഇതെല്ലാം വില്ലേജാണ്. നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെയുള്ള വില്ലേജിലൂടെ യാത്ര ചെയ്യുന്നത്. ഇവരുടെ വീടുകളും കൃഷിസ്ഥലങ്ങളും ഒക്കെ ഇത് കണ്ടോ, നല്ല കാഴ്ചയാണ്. ഞാവലിൻ്റെ ഒരു മരം കണ്ട്, അത് ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ കാണുന്നത്. വാഴ ഇഷ്ടം പോലാണ് കേട്ടോ. പിന്നെ നമ്മുടെ നാട്ടിലെ ആത്തമരമുണ്ട് ഇവിടെ.
പച്ച ആത്തക്ക ഉണ്ടാകുന്നത്. ആ മരവും കൂടുതലും കണ്ടിട്ടുണ്ട്. ഇതാണ് നമ്മൾ വരുന്ന വഴിക്ക് മട്ടുക എന്ന് പറയുന്ന ഒരു ജംഗ്ഷൻ. ഇന്ന് സൺഡേ ആയതുകൊണ്ട് നല്ല തിരക്കാണ്. ഉണ്ടോ, ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, സ്നാക്സ് എല്ലാം ഉണ്ട് ഇവിടെ. നല്ല ബ്ലോക്കാണ് വഴിയെ. ഇത് കണ്ടോ, ഫുള്ള്. നമ്മൾ ഇതുപോലത്തെ ടാക്സിയിലാണ് വന്നത്. അതുപോലെ മൊത്തം നല്ല ബ്ലോക്കാണ്. മഴയും കൂടി ഉള്ളത് കൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് റോഡിലൂടെ യാത്ര ചെയ്യാനായിട്ട്. ഒരുപാട് സ്ഥലത്ത് ചക്ക വിൽക്കുന്നുണ്ടേ. ചക്ക ഇന്ന് ഒരുപാട് സ്ഥലത്ത് കാണാൻ പറ്റി. പിന്നെ അവക്കാഡോയാണ് കൂടുതൽ കാണാനുള്ളത്. എന്തായാലും ഇനി നമ്മൾ ഈ ടാക്സിയിൽ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ വേറൊരു ടാക്സിയിൽ പോകണം. ഇനി അരമുക്കാൽ മണിക്കൂർ നേരത്തെ യാത്ര ഇനിയും നമുക്ക് വീട്ടിലേക്കുണ്ട്. ഇപ്പോൾ സമയം 7 മണിയായി. രാത്രിയിൽ ഏകദേശം ഇരുട്ടി തുടങ്ങി. പക്ഷെ പുറത്തൊക്കെ നല്ല വെട്ടമുണ്ട്. അപ്പം നമ്മൾ ഏകദേശം സ്റ്റാൻഡ് എടുക്കാറായി. അവിടെ ഇറങ്ങിയിട്ട് നമ്മൾ വേറെ ടാക്സിയിലാണ് പോകേണ്ടത്. ഇത് എവിടെയാണ് സ്ഥലം? കവമ്പേ. ഇത് കവമ്പേ എന്ന് പറയും കേട്ടോ. ഇവിടെ ഒരു മാർക്കറ്റുണ്ട്. കാണാൻ പറ്റുമോ എന്നറിയില്ല, എങ്കിലും നോക്കട്ടെ. ഇരുട്ടി തുടങ്ങിയിട്ടുണ്ട്. അപ്പം നമ്മൾ സ്റ്റാൻഡിലേക്ക് അടുക്കുവാണ്. സ്റ്റാൻഡിൽ ചെന്നിട്ട് ഇനി അടുത്ത വണ്ടി നോക്കണം നമുക്ക്. അത് കാണിക്കും. ഇന്ന് ഈ സൺഡേ ആയതുകൊണ്ട് ഇവിടെ മിക്ക സ്ഥലങ്ങളിലും ഹോൾസെയിൽ മാർക്കറ്റ് ഉള്ളത് സൺഡേയിലാണ്. അതുകൊണ്ട് തന്നെ റോഡ് നല്ല തിരക്കാണ്. പിന്നെ അതുകൂടാതെ മഴയുണ്ടായിരുന്നു, നല്ല മഴയായിരുന്നു. ഇതുണ്ട് ഫർണിച്ചറിൻ്റെ കേട്ടോ. ഈ ഏരിയ ഫുള്ള് ഫർണിച്ചറാണെന്ന് തോന്നുന്നു. അപ്പം നമ്മൾ നമ്മൾ താമസിക്കുന്ന സ്ഥലം ചുവാറ്റുളയല്ലേ. അപ്പം ഒരാൾ തനിയെ നിന്ന് വെള്ളമൊക്കെ കുടിക്കുന്ന. നമ്മൾ ലാസ്റ്റ് ബസ് സ്റ്റാൻഡിൽ വന്നു. ഇനി ഇവിടെ നമുക്ക് നമ്മുടെ ചുവാറ്റുളയ്ക്കുള്ള ടാക്സിക്ക് കയറണം. ഫ്ലാറ്റിനടുത്തോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഓർമ്മിക്കാൻ തക്കവണ്ണം നല്ലൊരു യാത്രയായിരുന്നു ഇന്നത്തെ യാത്ര. നമ്മളിപ്പോൾ വീട്ടിലെത്തി. അപ്പം നമ്മുടെ ഈ വില്ലേജിലേക്കുള്ള യാത്രയുടെ ഈ വീഡിയോ ഒക്കെ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടവരെല്ലാം നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. അതുപോലെ തന്നെ നമുക്ക് ഗീവ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഈ മാസം 20-ാം തീയതിയാണ് വിന്നേഴ്സിനെ സെലക്ട് ചെയ്യുന്നത്. നിങ്ങളെല്ലാവരും നമ്മുടെ ഗീവ് വേയിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. അപ്പോൾ ഇത്രയും മാത്രം ചെയ്താൽ മതി. നമ്മുടെ ഈ വീഡിയോ കാണുന്ന അന്ന് മുതൽ നമ്മുടെ എല്ലാ വീഡിയോയ്ക്കും ലൈക്കും കമൻറ്റും ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവരോടും ഒരുപാട് സ്നേഹത്തോടെ താങ്ക്സ്.